ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു, മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ. സാരസാസന സകലേശ്വരാ ദയാനിധേ, ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ. ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ. തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെയാവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും. നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നുപനിഷത് വശാൽ. മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും. വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ. നിന്നുട നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും. താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗവിവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്നു കേൾപ്പൂ.
അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ തിര്യഗ്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖ പൂർണമായുണ്ടായി വന്നു. ത്വന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണു താനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും. ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രത് സ്വപ്നവും സുഷുപ്തിയും. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യൻ ഏകനൗവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെപ്പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യയാ വിദ്യ എന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. നീ വരുന്നതും പാർത്ത് ഞാനിരുന്നിതു. ഭഗവാനോട് പറയുന്നു, അങ്ങ് വരുന്നതും കാത്ത് ഞാനിരുന്നു. എന്തിനു വേണ്ടിയിരുന്നു? മുൻപ് ദേവകളോടും കമലാസനനോടും ഭവാൻ അങ്ങ് മുൻപ് ബ്രഹ്മാവിനോടും ദേവന്മാരോടും ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. അങ്ങ് പാലാഴി തീരത്തിൽ നിന്ന് പറഞ്ഞുവല്ലോ, ഘോര രാവണൻ തന്നെ കൊന്ന് ഞാൻ ഭൂമണ്ഡല ഭാര അപഹരണം ചെയ്തിടുവൻ എന്ന് തന്നെ അങ്ങ് പ്രതിജ്ഞ ചെയ്തിരുന്നുവല്ലോ. സാരസാസന സകലേശ്വരാ ദയാനിധേ, ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിയിടിനേൻ. അന്നു മുതൽ ഞാൻ ഈ വനത്തിലുണ്ട്. ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ, നേരിട്ട് ആ അവതാരമൂർത്തിയെ കാണുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്ക് മുന്നം, ഇനി ഭഗവാനെ താത്വികമായിട്ട് വാഴ്ത്തുകയാണ്. അങ്ങ് ഈ ലോകസൃഷ്ടിക്ക് മുൻപ് ഏകനായി ആനന്ദനായി ലോകകാരണനായിട്ട് വികൽപ്പ ഉപാധി വിരഹിതൻ. വികൽപ്പം എന്നാൽ രണ്ട് എന്ന ചിന്ത. ആ ഉപാധി, ആ ഒരു മാധ്യമം ഇല്ലാത്തവൻ, വിരഹിതൻ. എന്നിട്ട് തന്നുടെ മായ തനിക്ക് ആശ്രയഭൂതയായിട്ട് തൻ്റെ മായയെ തനിക്ക് ആശ്രയഭൂതയാക്കിയിട്ട് തന്നുടെ ശക്തിയെന്നും ആ പരമാത്മാവിൻ്റെ ശക്തി പരാശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തു. മുൻപ് പറഞ്ഞു, ഇവിടെ സൃഷ്ടി നടത്തുന്നതിന് മുൻപ് ആദ്യം ആ സത്യത്തെ ആവരണം ചെയ്യും.
എന്നിട്ട് തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നു. പ്രകൃതിയുടെ ആ ഗുണങ്ങളെ, സത്വരജ തമോ ഗുണങ്ങളെ അനുസരിപ്പിക്കുന്നു. ഇങ്ങനെ നിർവ്യാജം, അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തവണ്ണം വേദാന്തികൾ ചൊല്ലുന്നു. വേദാന്തികൾ ഇപ്രകാരമാണ് ഈ ലോകസൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതം എന്ന് ഉപനിഷത്ത് വശാൽ, അവ്യാകൃതം എന്നാൽ വെളിപ്പെടാത്തത് എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും. ഇവിടെ ഒരേ മായയെ തന്നെ പല പേരിൽ വിളിക്കുന്നു എന്ന് പറയുകയാണ്. മൂലപ്രകൃതിയാണെന്ന് പറയുന്നു, ചിലവർ സംസാരമാണ്, ഈ ലോകമാണ് എന്ന് പറയുന്നുണ്ട്. വിദ്വാൻമാർ അവിദ്യ എന്നും പറയുന്നുവല്ലോ. ഈ സത്യത്തെ അറിഞ്ഞവർ ഈ മായയെ അവിദ്യയാണ്, ഇതാണ് അജ്ഞത എന്ന് പറയുന്നുവല്ലോ. ഇങ്ങനെ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ, ഭഗവാന്റെ തന്നെ പ്രേരണയാലാണ് മായ ക്ഷോഭിക്കുന്നത്. അവിടെ സത്വരജ തമോ ഗുണങ്ങളൊക്കെ ഒരേപോലെ നിന്നിരുന്ന മായയിൽ ക്ഷോഭം സംഭവിക്കുമ്പോഴാണ് ഇവയ്ക്ക് ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ട്, അങ്ങനെയുള്ള ആ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും. പുരാ, മുൻപ്, അതായത് ആദ്യം മഹത്തത്വം, പിന്നെ അഹങ്കാരം. ഇത് പലതവണ നമ്മൾ കണ്ടതാണ്. മഹത്തത്വവും അഹങ്കാരവും സംസാരവും, ഇതാണ് ഇതിൻ്റെ ഒരു ക്രമം. ഇങ്ങനെ മഹത് വേദികൾ, ഇതിനെ അറിഞ്ഞവർ മൂന്നായി ചൊല്ലിയിടുന്നു. ഇവ മൂന്നും മൂന്നായിട്ടിങ്ങനെ പറയുന്നു. ഇനി സാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും, ഇതിൽ ആ മഹത്തത്വം, ബുദ്ധിതത്വവും മൂന്നായിട്ടുണ്ട്, അഹങ്കാരവും മൂന്നായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഇതൊക്കെ സത്വ രജോ തമോ ഗുണങ്ങളായിട്ട് വീണ്ടും മൂന്നായി പിരിയുന്നു. താമസത്തിങ്കൽ നിന്ന്, താമസ അഹങ്കാരത്തിൽ നിന്ന് സൂക്ഷ്മതന്മാത്രകൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം തുടങ്ങിയ തന്മാത്രകളും, പിന്നീട് അതിൽ നിന്നായിട്ട് ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും, ഭൂമിയാണ് ഏറ്റവും അവസാനമുണ്ടായ ഭൂതം. ഇങ്ങനെ ഭൂമി ഏറ്റവും അവസാനമായിട്ട് മറ്റെല്ലാ ഭൂതങ്ങളും ഉണ്ടായി. പിന്നെ രാജസത്തിങ്കൽ നിന്ന്, രാജസഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും അവയുടെ ദേവതകളായ തേജോരൂപങ്ങളായ ദേവതകളും ഉണ്ടായി. പിന്നെ സാത്വികത്തിങ്കൽ നിന്ന് മനസ്സുമുണ്ടായി വന്നു. ഇതെല്ലാം ചേർന്നാണ് സൂത്രരൂപകം ലിംഗം, ലിംഗശരീരം, സൂക്ഷ്മശരീരം എന്ന് പറയുന്നത്. അത് ഇവറ്റിൽ നിന്ന്, ഈ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായി. അന്തഃക്കരണം എന്ന പ്രത്യേകമായ ആ ഒരു 4 എണ്ണം, ബുദ്ധി, അഹങ്കാരം, ചിത്തം, മനസ്സ്, ഇവ. ഇനി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്ന്, ഇവിടെ സർവത്ര നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന സ്ഥൂല പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാം കൂടെ ചേർന്ന് ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്ന് കേൾക്കൂ. ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു അണ്ടമായി തീർന്ന് ആ അണ്ടം പിളർന്ന് പുറത്തു വന്നതാണ് വിരാട് പുരുഷൻ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. അങ്ങനെയുള്ള ആ വിരാട് പുരുഷന്റെ ശരീരഭാഗങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചമായിട്ട്, സ്ഥൂല പ്രപഞ്ചമായിട്ട് നമ്മൾ കാണുന്നത്. തിങ്ങിയിടും ചരാചര ലോകങ്ങൾ, ചരവും അചരവുമായിട്ടുള്ള ലോകങ്ങളാകുന്നതും, ഒപ്പം ദേവമാനുഷ തിര്യഗ്യോനി ജാതികൾ, തിര്യക് എന്നാൽ തിരശ്ചീനമായി പോകുന്ന പക്ഷിമൃഗാദികൾ, ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായുണ്ടായി വന്നു. സ്ഥാവരവും ജംഗമവും, നിലനിൽക്കുന്നത്, അതായത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്, ചലിക്കുന്നതുമായിട്ടുള്ള
ഇവിടുത്തെ എല്ലാ ചരാചരങ്ങളും ഇതൊക്കെ ത്വന്മായാഗുണങ്ങളെ ആശ്രയിച്ചാണ്. ഇനി അതേ മായാഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ഇതിൽ ലോകസൃഷ്ടിക്ക് രജോഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാവായ ബ്രഹ്മാവ് ആ പരമാത്മാവിന്റെ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നുണ്ടായി. ഇനി സത്വമാം ഗുണത്തിങ്കൽ നിന്ന് രക്ഷിപ്പാൻ, ഈ ലോകത്തെ രക്ഷിപ്പാൻ സ്ഥിതി പരിപാലകനായിട്ട് വിഷ്ണു, രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും. തമോ രൂപത്തിൽ നിന്നാണ്, തമോ ഗുണത്തിൽ നിന്നാണ് രുദ്രൻ ഇവിടെ സംഹരിക്കാനായിട്ടുണ്ടായി വന്നത്. ഇനി ബുദ്ധിജാതകളായ വൃത്തികൾ, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഇതേപോലെ സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള വൃത്തികൾ ഉണ്ടായി. അതും ഗുണത്രയം, 3 ഗുണങ്ങളെ ആശ്രയിച്ച് നിത്യം അംശിച്ച് എന്നാൽ ആശ്രയിച്ചിട്ട് ജാഗ്രത് സ്വപ്ന സുഷുപ്തി, ജാഗ്രത അവസ്ഥ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി, ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ. എന്നാൽ ഇതിനൊക്കെ സാക്ഷിയായ ആ ഭഗവാനായിട്ടുള്ള ഭവാൻ നിവൃത്തനാണ്, ഇതിനോടൊന്നും പറ്റിക്കൂടുന്നില്ല, നിത്യനാണ്, ഏകൻ, അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യാൻ ഇച്ഛിച്ചു ഭവാൻ. എപ്പോഴാണോ അങ്ങ് ഇവിടെ ഒരു സൃഷ്ടി നടത്തണം എന്ന് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. അപ്പോഴാണ് മായയെ ആശ്രയിച്ചിട്ട് തന്മൂലം ആ ഗുണസഹിതമായ മായയെ ആശ്രയിക്കുന്നത് കൊണ്ട് ഗുണരഹിതനായ ഭഗവാൻ ഗുണവാനെപ്പോലെയായതു. ഭവാൻ ഗുണവാനെപ്പോലെയാകുന്നു, നമുക്കങ്ങനെ തോന്നുകയാണ്. ഒരു സ്ഫടികപാത്രത്തിന്റെ അടുത്ത് ചുവന്ന പൂവ് വെക്കുമ്പോൾ ആ സ്ഫടികപാത്രവും ചുവപ്പായി തോന്നുന്നത് പോലെ എന്നൊരു ഉദാഹരണം മുൻപ് നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് ഭഗവാനിൽ ഇതൊക്കെ ആരോപിക്കുന്നത്. ത്വൻ മഹാമായ 2 വിധമായി വന്നാളല്ലോ, അങ്ങയുടെ മഹാമായ 2 വിധമായിട്ടാണ് ഉള്ളത്. അത് വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യയ. വിദ്യാസ്വരൂപിണിയായിട്ടും മായ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, അവിദ്യാസ്വരൂപിണിയും ആ മായ തന്നെ. ഇങ്ങനെ 2 ആയിട്ട് പറയുന്നു. വിദ്യ എന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ. നിവൃത്തി എന്നാൽ കർമ്മങ്ങളിലൊന്നും സംഘമില്ലാതെ ഈ ലോകത്ത് പ്രവൃത്തി ചെയ്യുന്നവരാണ് നിവൃത്തിക്കുന്നവർ, നിവൃത്തി നിരതന്മാർ എന്ന് പറയുന്നത്. അതായത് താൻ കർമ്മം ചെയ്യുന്നു എന്ന ചിന്തയില്ലാതെ കർമ്മം ചെയ്യുക, അവരാണ് നിവൃത്തി നിരതന്മാർ. അവർ ഈ മായയെ വിദ്യ എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ജ്ഞാനത്തെ കൊടുക്കുന്നതും ഈ പ്രകൃതി തന്നെയാണ്. ഇനി അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം, അതേസമയം അവിദ്യയിൽ മുങ്ങിയിരിക്കുന്ന ജനങ്ങളാകട്ടെ ജനനം മുതൽ മരണം വരെ എന്തൊക്കെയോ ചെയ്ത്, എന്തിനൊക്കെയോ വേണ്ടി ചെയ്ത്, ഇതൊക്കെയാണ് ഈ ലോക ജീവിതം, ഇതിൽ നിന്നൊക്കെയാണ് എനിക്ക് സുഖം കിട്ടേണ്ടത് എന്ന് വിചാരിച്ച് പ്രവൃത്തി നിരതന്മാരാണ്. അവർ പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. അപ്പോൾ ആ മായയുടെ വിദ്യാസ്വരൂപത്തെ ആശ്രയിക്കുന്നവർ മോക്ഷത്തിലേക്ക് നടന്നെടുക്കുന്നു. ആ അവിദ്യയിൽ മുങ്ങിപ്പോകുന്നവർ വീണ്ടും വീണ്ടും കർമ്മം ചെയ്തും വീണ്ടും ജന്മമെടുത്തും ഇങ്ങനെ ഈ സംസാര സാഗരത്തിൽ മുങ്ങിപ്പോകുന്നു. വേദാന്ത വാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. ഇനി ആരാണ് വിദ്യയുള്ളവർ? വേദാന്തവാക്യം, ഈ ഉപനിഷത്ത് വാക്യത്തിന്റെ അർത്ഥം അത് അറിഞ്ഞവർ, വേദികൾ അറിഞ്ഞവർ. അങ്ങനെ അറിയുമ്പോഴെന്താണ്, ഇവിടെ ഈശ്വരൻ എന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ വെറും തോന്നലാണ് എന്നതുകൊണ്ട് ഇവിടെ കാണപ്പെടുന്നവയൊക്കെ ഈശ്വരനാണ് എന്ന ചിന്തയിൽ സമബുദ്ധികളായി എല്ലാവരോടും സമചിന്തയോടുകൂടെ
അതുപോലെ തന്നെ ആ ഭഗവാനെ അറിയാൻ, ഭഗവാനിൽ ശരണാഗതി അടയുകയല്ലാതെ വേറെ വഴിയില്ല എന്നതിനാൽ പാദഭക്തന്മാരായുള്ളവർ, എപ്പോഴും ഭഗവാനിൽ ശരണാഗതി അടയുന്നവർ, ഇവരാണ് വിദ്യാത്മകന്മാർ. ഇനി അവിദ്യാവശകന്മാർ നിത്യസംസാരികൾ. അവർ എപ്പോഴും ഈ സംസാരത്തിൽ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ എന്തൊക്കെയോ നേടാനുണ്ട് എന്ന് ചിന്തിച്ച് അങ്ങനെ അവരെ അവശ്യം, ഇവരാണ് ഇത്തരത്തിലുള്ളവരാണ്, ഈ സംസാരത്തെ സത്യമെന്ന് കരുതുന്നവരാണ് അവിദ്യാവശകന്മാർ എന്ന് അവശ്യം, തീർച്ചയാണ് എന്ന് തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. ഓം ശ്രീരാമചന്ദ്രായ